ആത്മീക ബച്ച, മനുഷ്യക്കുട്ടി, യശ്പാൽ. യശ്പാൽ ഹിന്ദി സാഹിത്യ ജഗത് में യശ്പാൽ ഹിന്ദി സാഹിത്യ ലോകത്തിൽ एक सबल कहानीकार के रूप में लोकप्रिय है. ഒരു സഫല കഥാകാരൻ്റെ രൂപത്തിൽ പ്രശസ്തനാണ്, ലോകപ്രിയനാണ്. उन पर മാർക്സ്വാദി വിചാരധാര का ഗഹരാ പ്രഭാവ് ഹെ. അദ്ദേഹത്തിൽ മാർക്സ്വാദി ചിന്തയുടെ ആഴത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. യശ്പാൽ കി കഹാനിയോമേം, യശ്പാലിൻ്റെ കഥകളിൽ യഥാർത്ഥക്കെ ഭീതർ, യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിൽ, ആത്മീകെ സൂക്ഷ്മ മനോവിജ്ഞാൻ, മനുഷ്യൻ്റെ സൂക്ഷ്മമായിട്ടുള്ള സൈക്കോളജിയുടെ ബഡാഹി സുന്ദർ ചിത്രം മിൽത്താഹെ, വളരെ സുന്ദരമായ ചിത്രീകരണം ഉണ്ട്. ആത്മീക ബച്ച ഇസ്കാ ഉത്തം ദൃഷ്ടാന്ത ഹെ. ആത്മീക ബച്ച എന്ന ഈ കഥ ഇതിന് ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ഇസ്മേ ഭാരതിക്ക് ഉച്ചവർഗക്ക്, ഇതിൽ ഭാരതത്തിലെ ഉന്നത വർഗത്തിലുള്ളവരുടെ ജൂട്ടി ഷാൻ, പൊള്ളയായ പ്രൗഢിയെയും ഓർ പൈശാചിക മനോവൃത്തിയോങ്കി, അവരുടെ പൈശാചികമായിട്ടുള്ള മനോവൃത്തികളെപ്പറ്റിയും കടു ആലോചനാക്കി ഹെ, അങ്ങേയറ്റം വിമർശിച്ചിരിക്കുന്നു. ബഗ്ഗാ സാഹബ് മിൽക്ക മാലിക് ഏവം ചീഫ് എഞ്ചിനീയർ ഹെ. ബഗ്ഗാ സാഹബ് മില്ലിൻ്റെ ഉടമസ്ഥനും ചീഫ് എഞ്ചിനീയറുമാണ്. ഡോലി ഉൻകി ഇക്കിലൗത്തി ബേട്ടി ഹെ. ഡോലി അയാളുടെ ഒരേ ഒരു മകളാണ്. ഡോലിക്ക് ഭലായി കേലിയെ, ഡോലിയുടെ നന്മയ്ക്ക് വേണ്ടി മാം ബാപ്നെ, അച്ഛനും അമ്മയും കൈ വ്യവസ്ഥയേം കി ഹെ, പല വ്യവസ്ഥകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോലി ഏക്ക് അംഗ്രേസി കോൺവെൻറ്റ് സ്കൂൾ മേം പഠിത്തേ ഹെ. ഡോളി ഒരു ഇംഗ്ലീഷ് കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഗർമേം ഡോലി കേലിയെ, വീട്ടിൽ ഡോലിക്ക് വേണ്ടി ഏക്ക് ടൈം ടേബിൾ ഹെ, ഒരു ടൈം ടേബിൾ ഉണ്ട്. പഠിനേ കേലിയെ, പഠിക്കാനായി നിശ്ചിത സമയ ഓർ, നിശ്ചിതമായ സമയവും, ദൂസരെ ബച്ചോങ്കെ സാത്ത് കേൾനേക്ക, മറ്റ് കുട്ടികളോടൊപ്പം കളിക്കാൻ അക്സർ ഉസേ നഹീ ദിയാ ഗയാ ഹെ, മിക്കവാറും അവളെ വിടില്ലായിരുന്നു. ഗർമേം ഉസ്കെ ദേഖ് രേഖ് കേലിയെ, വീട്ടിൽ അവളെ സംരക്ഷിക്കാൻ ബിന്ദി നാമക് ഏക്ക് ആയ ബി ഹെ, ബിന്ദി എന്നു പേരുള്ള ഒരു ആയയും ഉണ്ടായിരുന്നു. ബഗ്ഗാ സാഹബ് കെ യഹാം കെ ഏക്ക് കുതിയ വിചിത്ര നക്സൽ കീട്ടി. ബഗ്ഗാ സാഹബിന് ഇവിടെ ഒരു വിചിത്രമായ നക്സൽ ഇനത്തിൽപ്പെട്ട കുതിയാഹെ, ഒരു പെൺപട്ടി ഉണ്ടായിരുന്നു. യഹ് കുതിയ ജബ് പിള്ളേ ദേത്തി ഹെ, ഈ പെൺപട്ടി കുട്ടികൾക്ക് ജന്മം നൽകിയാൽ തബ് സാഹബ് കാ കായദാത്ത, അപ്പോൾ സാഹബിൻ്റെ തീരുമാനമായിരുന്നു പില്ലോങ്കോ സമയപ്പർ, കുട്ടികളെ ആ സമയത്തിന് തന്നെ ഗരം പാനീയമേ ഡുബാക്കർ, ചൂടുവെള്ളത്തിൽ മുക്കി മർവാ ഡാൽത്താഹെ, കൊല്ലിക്കുക എന്നുള്ളത്. ഏക് ദിൻ സബേരെ ഡോളീനെ, ഒരു ദിവസം രാവിലെ ഡോളീനെ ദേക്കാക്കി, ഡോളി കണ്ടത് കുത്തേനെ പിള്ളേക്കോ ജന്മദിയാഹെ, പട്ടി കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. സ്കൂൾ സേ ലൗട്ട്കർ, സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ഡോളീനെ, ഡോളി പിള്ളോങ്കി കോജ് ശുരൂക്കി, പട്ടിക്കുഞ്ഞുങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങി. ആക്കിർ മേഘദർ സേ ഉസേ മാലൂം ഗയ, അവസാനം മേഘദർ പണിക്കാരനിൽ നിന്നും ഉസേ മാലൂം ഹോ ഗയാക്കി, അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഗരം പാനീമേ ഡുബാക്കർ, ചൂടുവെള്ളത്തിൽ മുക്കിച്ച് മാർ ഡാലേ ഗയെ, പട്ടിക്കുഞ്ഞുങ്ങളെ കൊന്നുവെന്ന്. ലേക്കിൻ പില്ലേക്ക് മൃത്യുസേ ദുഃഖി ഡോളിക്കോ, എന്നാൽ പട്ടിക്കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ദുഃഖിതയായ ഡോളി ബിന്ദി ആയയായ ബിന്ദിനെ സമച്ചായാക്കി, ബിന്ദി മനസ്സിലാക്കി. പട്ടിക്കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ദുഃഖിതയായ ഡോളിയെ ബിന്ദി അല്ലെങ്കിൽ ആയ പറഞ്ഞ് മനസ്സിലാക്കി.
ഇത്തനെ ബച്ചോങ്കോ ദൂത്ത് പിലാഗേക്ക് ക്ഷമത കുതിയാക്കോ നെഹി. ഇത്രയും കുട്ടികൾ കൂടി പാല് കൊടുക്കാനുള്ള കഴിവ് പട്ടിക്കില്ല. ഇസ്ലിയെ ഉനെ മർവാ ദിയാകെ. അതുകൊണ്ടാണ് അതിനെ കൊല്ലിച്ചത്. സാഹബ് കെ ഘർ കെ മാലി കി പത്നി കെ ഏക് ബച്ചോങ്ക ജന്മ ദിയ. സാഹബിൻ്റെ വീട്ടിലെ, ബഗ്ഗാ സാഹബിൻ്റെ വീട്ടിലെ തോട്ടക്കാരൻ്റെ ഭാര്യ ഒരു കുട്ടിക്ക് ജന്മം നൽകി. മാലി കെ ബച്ചേക്ക് രോനെ കി ആവാസ്. തോട്ടക്കാരൻ്റെ കുട്ടിയുടെ കരയുന്ന ശബ്ദം സുനിനെ പർ കേൾക്കുമ്പോൾ ഡോളി തരഹ് തരഹ് കെ, ഡോളി തരഹ് തരഹ് കെ പ്രശ്ന ബിന്ദി ഇസേ പൂച്ചത്തി ഹേ. ചോദ്യങ്ങൾ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ബിന്ദിയോട് ചോദിക്കുമായിരുന്നു. ബിന്ദിനെ ഉത്തർ ദിയാക്കി. ബിന്ദി മറുപടി നൽകി. ഭൂക്ക് കെ കാരൻ യഹ് രോത്താഹെ. വിശപ്പ് കാരണമാണ് കരയുന്നത്. ഡോളിനെ ജഡ് ഉത്തർ ദിയാക്കി. ഡോളി പെട്ടെന്ന് മറുപടി നൽകി, ഉത്തരം നൽകി. യദി മേഘദർസേ കഹുത്തോ. ഒരുപക്ഷെ പണിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉസേ ബച്ചേ കോബി ഗരം പാനിമേ ഡുബായോഗ. കുട്ടിയെയും ചൂടുവെള്ളത്തിൽ മുക്കും. ഫിർ വഹ് നഹി രോയക. പിന്നീട് അവൻ കരയില്ല. ഏക് ദിൻ മാലി ഔർ മാലിൻ. ഒരു ദിവസം തോട്ടക്കാരനും തോട്ടക്കാരിയും അപ്പനെ ബച്ചോങ്കോ തൻ്റെ കുട്ടിയെ കപ്പടേമേ ലപേഡ്കർ തുണിയിൽ പൊതിഞ്ഞ് ആത്തേ ഹുയേ ദേക്ക വരുന്നത് കണ്ടു. ആയാക്കെ മുഹുസെ ഡോളി മാലും ഹുവാക്കി. ആയയിൽ നിന്നും ഡോളി മനസ്സിലാക്കി ബച്ച മർ ഗയാഹെ, കുട്ടി മരിച്ചു എന്ന്. ബൂക്ക് സേ മർ ഗയാഹെ, വിശന്നാണ് മരിച്ചതെന്ന്. ബഹുഫിർ ബോലി, പിന്നീട് പറഞ്ഞു ആത്മീക ബച്ച ബൂക്ക് സേ മർ ഗയാ. മനുഷ്യക്കുട്ടികൾ വിശപ്പാൽ മരിക്കുമോ? ഹംപി ഏക് ദിൻ ബൂക്ക് സേ മരേങ്കെ. നമ്മളും ഒരു ദിവസം വിശപ്പാൽ മരിക്കുമോ? ഉസ് സമയ ഡോളിനെ കഹാക്കി. ആ സമയത്ത് ഡോളി പറഞ്ഞു കമീനെ ആത്മീകെ ബച്ചെ. പണക്കാരുടെ മക്കൾ ബൂക്ക് സേ മർത്തേ ഹേ. കമീനെ ഡോളിനെ കഹാക്കി കമീനെ ആത്മീകെ ബച്ചെ ബൂക്ക് സേ മർത്തേ ഹേ. പാവപ്പെട്ടവരുടെ വീട്ടിലെ കുട്ടികളാണ് വിശപ്പാൽ മരിക്കുന്നത്. കഹത്തെ കഹത്തെ ബിന്ദി കാ ഗല രുഖാഗയ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിന്ദിയുടെ തൊണ്ട ഇടറി. ബിന്ദി കാ ലല്ലു നാം കാ ബച്ച. ബിന്ദിയുടെ ലല്ലു എന്നു പേരുള്ള മകൻ 2 വർഷ പെഹലെ 2 വർഷം മുമ്പ് ബൂക്ക് കെ കാരൻ മറിച്ചുകാത്ത, പട്ടിണി കാരണം, വിശപ്പ് കാരണം മരിച്ചു പോയിരുന്നു. വിശേഷതകൾ. സമാജിക്ക് പീഡിത വർഗോം കി ഓർ. സമൂഹത്തിലെ പീഡിത വർഗത്തിൻ്റെയും വർഗിക്ക് ഓർ പാഠകോം കാ ധ്യാൻ ആകർഷിത് കർണേ കി കോശിഷ് കർത്തി ഹെ. സമൂഹത്തിലെ പീഡിതരായ വർഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് വായനക്കാരൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ കോശിഷ് കർത്തേ ഹെ, പരിശ്രമിക്കുന്നുണ്ട്. ആം ആദ്മി കെ ദുഃഖോങ്കോ ഇന്ന മാനിനെ വാലെ സമാജ് മേ ബഹുത്ത് അധികം ഹോത്തേ ഹെ. സാധാരണക്കാരൻ്റെ ദുഃഖത്തെ അംഗീകരിക്കാത്ത, മാനിക്കാത്ത സമൂഹം വളരെ അധികമുണ്ട്. മാനവതാക്കെ മൂല്യോംകോ. മനുഷ്യത്വ മൂല്യങ്ങളെ സമച്ചിക്കർ മനസ്സിലാക്കി ജീവൻ ബിതാനേക്ക് ആവശ്യകത കിയോർ. ജീവിതം കഴിച്ചുകൂട്ടുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, മാനുഷിക മൂല്യങ്ങളുടെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് കഹാനി ഇശാര കർത്താഹെ, കഥ സൂചന നൽകുന്നു.